എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. വാണിജ്യ ആവശ്യത്തിന് ഹോട്ടലുകൾക്കും മറ്റും പാചകവാതകം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പാചകവാതകം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിലും LPG സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചു എന്നും പ്രതിസന്ധി മറികടക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. മുൻഗണനാ ക്രമം അനുസരിച്ച് സിലിണ്ടർ വിതരണം നടത്തും. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനും യോഗത്തിൽ തീരുമാനമായി എന്നും മന്ത്രി പറഞ്ഞു. കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആയതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിലെ സ്ഥാപനങ്ങളിലെ LPG പ്രതിസന്ധി പരിഗണിക്കണമെന്നും കത്തിലൂടെ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ലഭ്യമാക്കും. നിയന്ത്രണങ്ങളുടെ മറവിൽ പൂഴ്ത്തിവെപ്പിനെതിരെ നടപടി സ്വീകരിക്കും. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തുമെന്നും കൃത്രിമം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ കൂട്ടിച്ചേർത്തു. അതിനിടെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ അവശ്യ വസ്തു നിയമം 1995 കൊണ്ടുവന്നിരിക്കുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയ്ക്കാണ് ഈ നടപടി ബാധകമാകുക. LPG ക്ഷാമം കേരളത്തിലെ ഗാർഹിക വാണിജ്യ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സിലിണ്ടറുകൾക്ക് 25 ദിവസത്തെ ഇടവേളയാണ് ബുക്കിങ്ങിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വീണ്ടും കൂട്ടാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ എന്നിവ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LPG ക്ഷാമം കാരണം വൻ നഗരങ്ങളിൽ റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ തട്ടുകടകൾ ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞു. ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. ഇതോടൊപ്പം രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചു. വില ഏത് സമയവും ഉയർത്തുമെന്ന് ചൂണ്ടിക്കാണിച്ച് വിതരണക്കാർക്ക് കത്തയച്ചു. ഏത് നിമിഷവും വില വർധനവ് എത്ര രൂപയാണ് എന്ന് കൃത്യമായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നും വിതരണക്കാർക്ക് അയച്ച കത്തിൽ ഇന്നലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. ക്രൂഡ് വില വർദ്ധിച്ചതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും വില കൂടാൻ കാരണമായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെന്നൈ ഡിവിഷനാണ് ഇപ്പോൾ ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭാരത് പെട്രോളിയവും HPയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ LPG ഉപയോഗത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് LPG വില വർദ്ധിച്ചത്. 60 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് വർദ്ധിച്ചത്. 115 രൂപ വാണിജ്യ സിലിണ്ടറിനും വർദ്ധിച്ചു. വില നൽകിയാൽ പോലും സാധനം കിട്ടാത്ത അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പെട്രോൾ, ഡീസൽ വിലയും കൂടും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.